പരിശുദ്ധമായ ഇസ്ലാമിനെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്ഷേപിക്കാമെന്നാൽ, പേജിലൂടെയും സ്റ്റേജിലൂടെയും ആക്ഷേപിക്കാമെന്നാൽ, ജനാധിപത്യ രീതിയിൽ ചങ്കൂറ്റത്തോടെ അതിനെതിരെ മറുപടി പറയാൻ ചുണക്കുട്ടികളായ ആയിരക്കണക്കിന് പണ്ഡിതന്മാരുണ്ട് ഇവിടെ. ഇവിടുത്തെ ജംഇയ്യത്തുൽ ഉലമകൾ അതിനെതിരെ ശബ്ദിക്കും. പരിശുദ്ധമായ ഇസ്ലാം വീണ് കിടക്കുന്ന ഒരു വടവൃക്ഷമാണ്. പോവുന്നവനും വരുന്നവനും കയറി ഇറങ്ങി നിരങ്ങാൻ പറ്റുന്ന നിലയിൽ വീണ് കിടക്കുന്ന വൃക്ഷമാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് അവര്. വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഇസ്ലാമിനെതിരെ നാഴികയ്ക്ക് 40 വട്ടം മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞ്, ഓരോ കാര്യങ്ങൾ പറഞ്ഞ്, PC ജോർജ് എന്ന് പറയുന്ന പൂഞ്ഞാറിൽ ഒന്നുമല്ല എന്ന് തെളിയിച്ച ആ പക്കാ നസ്രാണി ഇസ്ലാമിനെ പറ്റി ആക്ഷേപിച്ചു പറയുമ്പോൾ ഇവിടെ മറുപടി പറയാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടല്ല, പക്ഷേ ഷെയ്ഉം മദ്കൂർ അല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാ. ഒരു വസ്തുവല്ല, പറയപ്പെടാൻ പറ്റിയ വസ്തുവല്ല. ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ ആളാണെന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഇസ്ലാമിനെ പറ്റി പറയാ, പെട്രോൾ ഇനി ആരും അടിക്കരുത്. ഒരു ചാനൽ ചർച്ച കയറി എന്ന് പറയാ, പെട്രോൾ അടിക്കരുത് ആരും. അങ്ങനെ അടിക്കാതിരുന്നാലേ സൗദികളുടെ അവസാനിക്കുകയുള്ളൂ. ഇത് രണ്ടിന്റെ ഇടയിൽ വേറൊരു വാക്കുണ്ട്, ഞാൻ പറയില്ല. സൗദികളുടെ ഇന്നത് അവസാനിക്കണമെങ്കിൽ നിങ്ങൾ ആരും എണ്ണ അടിക്കരുതെന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇയാൾ വല്ലതുമാണോ? ഒന്നുമല്ല. നിങ്ങൾ എന്തിനാ ഇസ്ലാമിനെതിരെ കുറ്റം പറയുന്നത്? എന്നെ ഉസ്താദ് തുപ്പി. എന്തിനാണ് ഉസ്താദ് തുപ്പാൻ നിങ്ങൾ നിന്നോടിട്ടത്? ശിരസ് കുനിച്ചിട്ട് ഉസ്താദിനോട് തലയിൽ ഓതി ഊത് എന്ന് പറഞ്ഞപ്പോ, ഈരാറ്റുപേട്ടയിലെ ഏതോ ഒരു ഉസ്താദ് തലയിൽ ഓതി ഊതി കൊടുത്തപ്പോൾ, വർഷങ്ങൾക്ക് ശേഷം ഏതോ ശാഖയിൽ ചെന്നിട്ട് കാവി നിക്കറിട്ടതിന്റെ പേരിൽ എന്റെ തലയിലൂടെ ഉസ്താദ് തുപ്പി എന്ന് പറയാൻ ആർജവം കാണിച്ച, രാഷ്ട്രീയത്തിൽ എടുക്കാൻ നാണയമായ ഈ പറയപ്പെട്ട വ്യക്തി ഇസ്ലാമിനെതിരെ കളിക്കരുത് മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല. പക്ഷേ ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ പള്ളികൾ, ഞങ്ങളുടെ ആരാധനാലയങ്ങൾ അത് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയാത്തതാണ്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പൊട്ടന്മാരാണെന്ന് ധരിച്ചാൽ ഞങ്ങൾ പൊട്ടന്മാരല്ല. ഞങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. മറുപടി പറയാത്തത് നിങ്ങൾ പറയപ്പെടാൻ പറ്റാത്തൊരു വസ്തു ആയതുകൊണ്ടാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ, അല്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയാണ്, ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പാക്കണമെന്ന് ഞാൻ പറയില്ല. ദീനായതുകൊണ്ട് എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്തടത്ത് നമ്മൾ തലയിടാൻ പോകരുത്. അതാണ്